നമ്മുടെ ലംബോർഗിനി എടുത്ത് പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലംബോർഗിനി വെളിയിലാണ് ഇട്ട്. ഇനി നമുക്ക് അതെടുത്തിട്ടൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. ഒരു മിനിറ്റ്, എൻ്റെ ലംബോർഗിനി അവിടെ കാണുന്നില്ല. ഇനി നമുക്ക് ആ സോമനെങ്ങനെ എടുത്തോണ്ട് പോയോ? സോമനെന്ന് വിളിച്ചു നോക്കാം. ഹലോ സോമ, ഓപ്പറോടോ, നീ എൻ്റെ ലംബോർഗിനി എടുത്തോ? ഇല്ലടോ, എടുത്തില്ലേ? ഇല്ല ടീസ് അവൻ എടുത്തില്ലെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ KTM ഒക്കെ എടുത്തിട്ട് നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ ആദ്യം പോയി നോക്കാം. ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങ് പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരിക്കും സാധ്യതയുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ആരും വണ്ടി കൊണ്ടിടാറില്ല. എന്നിട്ട് നമുക്ക് പെട്രോൾ പമ്പിലൊന്ന് പോയി നോക്കണം. കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോയി നോക്കണം. പെട്ടെന്ന് പോകണം. ഓക്കെ, നമ്മൾ എയർപോർട്ടും പോലീസ് സ്റ്റേഷനും പെട്രോൾ പമ്പൊക്കെ അരിച്ചു ഇറക്കി നോക്കി. ഇനി വില്ലേജ് മാത്രമേ നോക്കാനുള്ളൂ. ഇനി അവിടെ ചെന്നിട്ടൊന്ന് നോക്കണം. അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി പോയി, ഉറപ്പാണ്. ആകെ മേടിച്ച് നമ്മുടെ കാശും പോയി. ഒരു മിനിറ്റ്, ഒരു കാർ ഞാനവിടെ കണ്ടല്ലോ. അതിനി ഏത് കാറാണോ? ഗൈസ്, നമ്മുടെ ലംബോർഗിനി ടീസ്. ഗൈസ്, എൻ്റെ മോനെ, നമ്മുടെ ലംബോർഗിനി. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ ലംബോർഗിനിയൊക്കെ എടുത്ത് പോയി. ഇത് ലോക്കാണെങ്കിൽ പെട്ട്. പക്ഷേ അടുത്തോട്ടില്ലേ. ഗൈസ്, നമ്മുടെ ലംബോർഗിനി എങ്ങനെയൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അത് ലോക്കാണ്. ഗൈസ്, ഇത് ലോക്കാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തിട്ട് ചാവിക്കടയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മൾ ചാവിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയി വണ്ടി ഓണാക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടിടാം. എന്നിട്ട് ഒന്ന് കറങ്ങാനൊക്കെ പോവാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അയ്യോ, കൈക്കൊന്നും പറ്റിയില്ല. കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനും പറ്റിയില്ലായിരുന്നു. എന്ത് ചെയ്യും നമ്മുടെ വണ്ടി? ഒരു മിനിറ്റ്, ഞാനോട് എന്തോ കണ്ടോര്. ഇത് വേറെ ആളുടെ KTM അല്ലേ? ഞാനോർത്ത് എൻ്റെ KTM. നമ്മുടെ വണ്ടി ഏത് അവിടെയാ? നമ്മുടെ വണ്ടി എന്ത് ചെയ്യേ? വണ്ടി കണ്ടില്ലെങ്കിൽ പോയി ഗൈസ്. ഒരു മിനിറ്റ്, ആ KTM കിടന്നിടത്ത് ഇനി കാണുമോ? അവിടെ ഒന്ന് നോക്കാം. ഇല്ലെങ്കിൽ അതിവിടെ അടുത്ത് തന്നെയാണ്. ചേട്ടാ, നമ്മുടെ വണ്ടിയും കാണുന്നില്ലല്ലോ. ഞാൻ എവിടെ പോയോ എന്തോ. അതാണ്ടേ. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് അവിടെ ഇച്ചിരി നേരം ഒന്ന് വിശ്രമിച്ചിട്ട് കറങ്ങാൻ വേണ്ടി പോവാം. നമ്മൾ തന്നെയാണ് ചില്ല് നേരത്തെ പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പം ഒരു മിനിറ്റ്, ഇത് ചില്ല് നേരത്തെ പൊട്ടിയാണെങ്കിൽ ഇവ എടുത്തോണ്ട് പോയ ആൾ പൊട്ടിച്ചിട്ട് എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അത് ലോക്കാക്കിയതായിരിക്കും. എന്നിട്ട് ചാവിയും കൊണ്ട് പോയി. ഓ ഗൈസ്, അവനെങ്ങനെയെങ്കിലും പിടിക്കണം. പക്ഷെ എൻ്റെ അമ്മോ, ഇനി വണ്ടി എവിടെ? ഇനി ഈ ലംബോർഗിനി ഞാൻ ലോക്കാക്കാൻ പോവാണ്. എവിടെയെങ്കിലും വെച്ച് പൂട്ടണം. അയ്യോ, വണ്ടി ഇതാരാ? വണ്ടി എങ്ങനെ പൊട്ടിത്തെറിച്ചല്ലോ. പൊട്ടിയത് ചില്ലൊക്കെ പൊട്ടിപ്പോയി. ചില്ല് നേരത്തെ ഒരുത്തൻ പൊട്ടിച്ചാണ്. ഗൈസ്, ഇതെന്താണ് ഇങ്ങനെ? മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. മെക്കാനിക് ഷോപ്പ് ഇവിടെയാണ്. മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ നന്നാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ ഗരാജിലിടാം. ഗരാജിൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ GTR എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, നമ്മൾ എഴുന്നേറ്റപ്പോൾ രാത്രിയായി. നമുക്ക് നമ്മുടെ GTR എടുത്തിട്ടൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. വണ്ടി എങ്ങനെ ഇറക്കുമോ എന്ത്? ഈ രണ്ട് വണ്ടികളുടെ ഇടയ്ക്ക് നിന്ന് എങ്ങനെ ഞാൻ ഇറക്കാനാണിത്? ഓക്കെ, ഞാൻ വണ്ടി എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. ജുറാസിക് പാർക്കിൻ്റെ അടുത്തൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. ഇനി ഡൈനോസർ എങ്ങാനും ചാടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർന്നു. ഓക്കെ, പെട്ടെന്ന് പോട്ടെ. അയ്യോ, ഇടിക്കില്ല, ഇടിച്ചിടിച്ച്. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്സിന് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കാം. ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് നിൽക്കാം. ഗൈസ്, നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ ഈ കാർ കൊണ്ട് വരുമ്പോൾ ഒരുത്തൻ നമ്മൾ കാണാണ്ട് പമ്മി നൈസായിട്ട് മുങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ